നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും ആ സമയം അത് റെസനേറ്റ് ആവും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നത് കേട്ടോ. പിന്നെ ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താനുള്ളതും ക്ലാരിറ്റി വേണ്ടതുമായ എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായി മറുപടി നൽകുന്ന ഒരു എനർജിയാണ്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വിവാഹ ബ്ലോക്കേജ്, കരിയർ ബ്ലോക്കേജ്, ഫിനാൻഷ്യൽ ബ്ലോക്കേജ്, അതുപോലെ തന്നെ കർമ്മ, നിങ്ങൾ എന്തെങ്കിലും കർമ്മ ബേസിലാണോ, നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിനെ, നെഗറ്റീവായ വ്യക്തികളുടെ പ്രസൻസ് എപ്പോഴും ലൈഫിലേക്ക് വരുന്നതെല്ലാം നിങ്ങളുടെ കർമ്മ എനർജിയെ ബേസ് ചെയ്താണോ, എന്തുകൊണ്ടാണ് എന്നുള്ളതും അതിനൊക്കെ വേണ്ട പരിഹാരങ്ങളും എല്ലാം നമുക്ക് ഒരേ ടാറോ റീഡിങ്സിലും എടുക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ചോദ്യം അതിനുള്ള മറുപടിയാണ്. നിങ്ങൾ എന്ത് കാര്യം അറിയാനുണ്ടെങ്കിലും ടാറോയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായി മറുപടി നൽകുന്നതാണ്. പിന്നെ നമുക്കിവിടെ നോക്കുമ്പം നിങ്ങളുടെ ഒരു ലൈക്കിലൂടെ, പ്രാർത്ഥനയോടുകൂടി ഒരു ലൈക്ക് ചെയ്ത് തന്നെ നിങ്ങൾ റീഡിങ്സ് ഓപ്പൺ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഒരു പ്രസൻസ് റീഡിങ്സിൽ നൽകിയിരിക്കണം. അതായത് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ എങ്കിലും നിങ്ങളൊരു കമൻറ്റ് രേഖപ്പെടുത്തി നിങ്ങൾ ഈ ഒരു എനർജിയെ, നിങ്ങളുടെ മുന്നിലേക്ക് ഡിവൈൻ നൽകിയ ഈ ഒരു എനർജിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നന്ദിയുള്ളവരായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് റെസനേറ്റ് ആയിട്ട് വരികയുള്ളൂ കേട്ടോ. വെറുതെ കേട്ടു കടന്നു പോകുമ്പം നിങ്ങൾ ആ റീഡിങ്സുമായിട്ട് യാതൊരുവിധ അറ്റാച്ച്മെൻറ്റും ഒരു കമ്മിറ്റ്മെൻറ്റ് അവിടെ ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻറ്റ് തന്നെയാണ്, നിങ്ങളുടെ കൈകൾ കൊണ്ട് രേഖപ്പെടുത്തുന്ന കമൻറ്റ് തന്നെയാണ് നിങ്ങളുടെ പ്രസൻസ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കണം. കാരണം ഡിവൈനുമായിട്ട് നിങ്ങൾക്കൊരു ആത്മബന്ധം ഉണ്ടാവുക എന്നതാണ് നമ്മൾ അതും കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നും മനസ്സിലാക്കുക കേട്ടോ. അപ്പം തീർച്ചയായിട്ടും താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ എങ്കിലും നിങ്ങൾ ഈ ഒരു എനർജി ഓരോ എനർജികളിലും മറക്കാതെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതായത് നന്ദി എന്ന് പറയുന്നതാണ്, എത്രത്തോളം നമ്മൾ നന്ദി പറയുന്നുവോ അത്രത്തോളം നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രപഞ്ച സത്യം. നമുക്കിപ്പോൾ ഒരു കാര്യം സാധിച്ചാൽ, അല്ലെങ്കിൽ ഒരു ദിവസം നേരം പുലർന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ഡിവൈനോട് നന്ദി പറഞ്ഞിരിക്കണം. ഇന്ന് ഈ തന്ന നിമിഷങ്ങൾക്കും ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ നൽകിയ പ്രൊട്ടക്ഷനും എല്ലാം നമ്മൾ നന്ദി ജസ്റ്റ് മനസ്സിലെങ്കിലും ഒന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് ഒരു കൈ പതിച്ചു വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുകയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളിൽ മാറ്റങ്ങൾ തന്നെ വരും. കാരണം നന്ദിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് പോസിറ്റീവാകുന്ന ഓരോ കാര്യങ്ങളും ഒഴുകി വരുമെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഇന്ന് 2 ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെയോ ഒന്നിലധികം കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ അവസാനിച്ചു പോയ ചില കാര്യങ്ങളുടെ ഒരു റീകണക്ഷൻ, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സൈനോ മെസ്സേജോ എന്തെങ്കിലും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു ട്രോമയായിരിക്കാം, നിങ്ങളെ പെയിനാക്കി കളഞ്ഞ, നിങ്ങളെ വേദനിപ്പിച്ച ഒരു സിറ്റുവേഷൻസിൻ്റെ ഒരു പ്രസൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നുണ്ട്. ഒരു പക്ഷേ അതൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം, നല്ല ഭയങ്കരമാവുന്ന ഒരു ചേഞ്ചിങ് എനർജിയുടെ പ്രസൻസും ആവാം. ഒരു 2 ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. 2 സിറ്റുവേഷൻസിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കേണ്ടി വരുന്നു. ഒന്ന് നഷ്ടപ്പെട്ടത് തിരിച്ചു വരുന്നതും, ഒന്ന് നിങ്ങളോടൊപ്പം നിങ്ങൾ ഹോൾഡ് ചെയ്തു വെച്ചിരുന്നതുമായ 2 സിറ്റുവേഷൻസുകൾ. ചിലപ്പോൾ അതൊരു ഹെൽത്ത് എനർജിയെ ബേസ് ചെയ്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജോബിനെ ബേസ് ചെയ്താവാം, ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്താവാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമായിട്ട് നടന്ന ഒരു ഫൈറ്റിങ്ങിൻ്റെ ഒരു ട്രോമ എനർജിയെ ബേസ് ചെയ്താവാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇന്ന് ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ അതിനെക്കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണോ എക്സ്പീരിയൻസ് ഉള്ളത്, എന്താണോ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്,
നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഏത് കാര്യമാണോ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യൂ എന്നാണ് നമുക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് കേട്ടോ. അതുപോലെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറേ ആളുകൾ സെൽഫ് ലവിലേക്ക് മാറുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സ്നേഹവും റെസ്പെക്റ്റും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വ്യക്തികളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളൊരു കാത്തിരുന്ന ഒരു കാര്യം നിങ്ങൾക്കിന്ന് വന്നു ചേരുന്നുണ്ട്. കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്തൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്കത് ലഭിക്കുമോ, അത് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കുമോ എന്നുള്ള ആ ഒരു തോട്ട്സിൽ നിന്നും നിങ്ങൾക്ക് ഇന്നൊരു പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാത്തിരിപ്പിനൊരവസാനവും ഇന്ന് വരുന്നുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതായത് പാസ്റ്റിൽ നിന്നൊരു എനർജി, പാസ്റ്റ് ലൈഫിൽ, അതായത് ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടം, അതല്ലെങ്കിൽ മുൻകാലങ്ങളിലെ ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസ്, അതായത് നിങ്ങൾക്കതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണക്റ്റഡ് ആകുന്നൊരു എനർജി ആയിട്ടാണ് കാണുന്നത്. ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനോ ഒരു ഗിഫ്റ്റ് ലഭിക്കാൻ സാധ്യതയുള്ള, അതുപോലെ തന്നെ ഇന്ന് വളരെയധികം ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാനുള്ള മറ്റൊരു കാരണം ചിലരിലേക്കൊക്കെ ഇന്നൊരു ഗിഫ്റ്റ് വന്നു ചേരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്കൊരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങളിൽ നിന്നോ ഒന്നിലധികം ആളുകൾ ചേർന്നുള്ള ഒരു എനർജിയിൽ നിന്നോ നിങ്ങൾക്കൊരു സമ്മാനം ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ടോട്ടലി ഏസ് ഓഫ് കപ്സ് ആണ്. ഒരു പുതിയ ഒരു മാറ്റം, പുതിയൊരു സന്തോഷം ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പേടിച്ചിരുന്ന, നിങ്ങൾക്കുള്ളിൽ എപ്പോഴും ഒരു ഭയമുണ്ടായിരുന്ന ഒരു സാഹചര്യം, ഇമോഷണൽ പരമായിട്ട്, ഒന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തതിൽ, അത് കരിയർ മേഖലയിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കുള്ളിലോ ഒക്കെ നിങ്ങൾ മറ്റാരെയും ചിന്തിക്കാതെ നിങ്ങളൊരു ആക്ഷൻ എടുക്കുകയും അതിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെപ്പോഴും ഒരു ബൗണ്ടറി ഇട്ട് മറ്റുള്ളവരിൽ നിന്ന് മാറി മാറി നിൽക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തികളാണെങ്കിൽ ഇന്ന് വളരെ റിലാക്സ് ആവാൻ പറ്റുന്നു. ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു എനർജി കണക്റ്റഡ് ആവുന്നുണ്ട്. ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. സമയം ചേഞ്ച് ആകുന്നുണ്ട്. ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട്. നമുക്ക് അടുപ്പിച്ച് കുറേ നാളുകളായിട്ട് ട്രാവലിംഗ് എനർജി വീണ്ടും കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ തിരിച്ചു വരാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമയം ചേഞ്ച് ആകുന്നുണ്ട്. നിങ്ങൾക്ക് നെഗറ്റീവും പോസിറ്റീവും ആകുന്ന രീതിയിലുള്ള ചില സിറ്റുവേഷൻസുകളുടെ ഒരു ബന്ധനം ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അതിന് ശക്തമായിട്ട് പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ബുദ്ധിപൂർവ്വം തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. എന്താണെങ്കിലും നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം, നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അത്രത്തോളം ആഴത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ഒരു ട്രാപ്പഡ് എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കാൻ പോകുന്ന സിറ്റുവേഷൻസ്, അതായത് ഒരു ജസ്റ്റിസ് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച പെയിനിൽ നിന്നാണെങ്കിലും മറ്റു ശത്രുദോഷങ്ങളിൽ നിന്നാണെങ്കിലും ട്രാവലിംഗ് സംബന്ധമാകുന്ന ബ്ലോക്കേജുകളാണെങ്കിലും അതുപോലെ ലൈഫിനൊരു തുല്യത ഉണ്ടാക്കാൻ, ജീവിതത്തിനൊരു പൂർണ്ണത ഉണ്ടാക്കാൻ ശ്രമിച്ച സിറ്റുവേഷൻസുകളെല്ലാം നിങ്ങൾ ശ്രമിച്ചിരുന്നിടത്ത് നിങ്ങളൊരു സ്റ്റക്കായി നിന്നെങ്കിൽ അവിടെ നിന്നും ഒരു ജസ്റ്റിസിലേക്കാണ് നിങ്ങൾ മാറുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നീതി ലഭിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലവും നിങ്ങൾ അനുഭവിച്ച ആ ഒരു ത്യാഗത്തിൻ്റെ ഫലവുമായിരിക്കാം നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അനുസരിച്ചുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ലീഗൽ പരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു വിധി വരുന്നുണ്ട്, ഒരു നീതി അവിടെയും കണക്റ്റഡ് ആകുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ 3 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് ആളുകളിൽ ഒരു ഹാർട്ട് ബ്രോക്കൻ്റെ എനർജി ഇന്ന് കാണുന്നുണ്ട്. കാരണം കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ സംസാരത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമെന്നുള്ളതിൻ്റെ പുറത്ത് നിങ്ങൾ സംസാരിച്ചതിനെ ബേസ് ചെയ്ത്, അതായത് നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. നിങ്ങൾ എവിടെയോ സ്റ്റക്കാണ്, നിങ്ങൾ ട്രാപ്പിൽ പെട്ടു എന്നും അല്ലെങ്കിൽ നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നു, നിങ്ങളെ ഒന്നിലധികം സിറ്റുവേഷൻസുകളാൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുന്നു എന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെച്ചതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പരമാകുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ ഇന്നത്തെ ദിവസം വരാൻ സാധ്യതയുണ്ട്.
പക്ഷേ ആ ഒരു ഹാർട്ട് ബ്രോക്കൻ്റെ അപ്പുറത്തേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് തന്നെയാണ് സക്സസ് കാണുന്നത്, നിങ്ങൾ തന്നെയാണ് വിജയിക്കുന്നത്. കാരണം നിങ്ങളെ മിസ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളോട് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ വിട്ടുപോകുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കോൺഫ്ലിക്റ്റിന് അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സക്സസ് ആണ്. ഒരു പെയിനിലൂടെയാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു സക്സസ് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് ആളുകൾക്ക് അബണ്ടൻസ് ആണ്. അതുപോലെ നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ പവറൊക്കെ വർദ്ധിക്കുന്നുണ്ട്. ചില തിരിച്ചറിവുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ചില തടസ്സങ്ങളെ നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്ത് നിന്നിരുന്ന തടസ്സങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അതായത് പേഴ്സണാലിറ്റി ക്ലാഷിങ് എനർജി, നിങ്ങളോട് തന്നെ ഫൈറ്റിംഗ് ചെയ്യുന്നവരായിരുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ തിക്ത അനുഭവങ്ങളായിരിക്കാം നിങ്ങളോട് തന്നെ ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇറിറ്റേഷൻ, ഫ്രസ്ട്രേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. നിങ്ങളോട് ആയിരിക്കും ഒരുപാട് വ്യക്തികൾ ആവശ്യമില്ലാതെ മത്സരിക്കുന്നുണ്ടായിരുന്നു. ഒരാവശ്യവുമില്ലാതെ നിങ്ങളോട് മത്സരിച്ച വ്യക്തികൾക്കിടയിൽ നിങ്ങളും ആ ഒരു കോൺഫ്ലിക്റ്റിൽ അംഗമായി നിന്നിരുന്ന സിറ്റുവേഷൻസ് ആണ് നമുക്ക് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്. അവിടെ നിന്നുമാണ് നിങ്ങൾ ഒരു ഇൻഡ്യൂഷൻ എനർജിയിലേക്കും ഒരു തിരിച്ചറിവ്, ഒരു നോളജ് ആകുന്ന രീതി, ഒരു അറിവ് കൂടിയ ഒരു രീതിയിലുള്ളൊരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. ഒരു ഹൈ നോളജ് എനർജിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് ഇന്നൊരു പുതിയ തുടക്കമുണ്ട്. നിങ്ങൾക്ക് മുന്നും പിന്നും നോക്കാതെ മുന്നോട്ടേക്ക് പോകാം എന്നുള്ള ഒരു തോന്നൽ, നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നല്ലൊരു ഇൻഡ്യൂഷൻ എനർജിയിലേക്ക് മാറുന്നു നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളൊരു ഇമോഷണൽ ബാലൻസിലേക്കും, അതുപോലെ തന്നെ അബണ്ടൻസ്, നമ്മൾ എത്രത്തോളം ഇമോഷണൽ ബാലൻസ് വരുന്നോ, എത്രത്തോളം നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ സാഹചര്യങ്ങളെ കാണുന്നോ, അതിനോടൊപ്പം തന്നെ നമുക്ക് വരുന്നത് അബണ്ടൻസ് ആണ്, നേട്ടങ്ങളാണ് പിന്നെ വരുന്നത്. നമ്മൾ നെഗറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഫിനാൻസൊക്കെ ഒന്നും തന്നെ പോസിബിൾ ആകുന്നതും പോസിറ്റീവ് ആകുന്നതും നമ്മളെ ഒരു ഹയർ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും ബ്ലോക്കായി പോകും. എന്തുകൊണ്ട്? നമ്മുടെ തോട്ട്സ് നെഗറ്റീവാണ് എങ്കിൽ നമ്മളൊരു ഡാർക്ക് എനർജിയിൽ എപ്പോഴും പിരിമുറുക്കത്തിൽ നിന്നാൽ നമ്മളിലേക്ക് ഒന്നും വന്നു ചേരുകയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ടവർ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് ആളുകളുടെ എനർജിയിൽ ചില കാര്യങ്ങളൊക്കെ ഇന്ന് എടുത്തു മാറ്റപ്പെടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചുമക്കുന്ന ചില ഭാരമായിരിക്കാം, വേണ്ടാത്ത പല കാര്യങ്ങളിലും ചെന്ന് പെടുന്ന സിറ്റുവേഷൻസുകളായിരിക്കാം, നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നുണ്ട്. അതെനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ വന്ന ചില ഓപ്പർച്യൂണിറ്റീസുകളാണ്. അതുപോലെ കരിയർ എനർജിയിലായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ലൈഫ് പാർട്ട്ണറുടെ എനർജി വന്നതായിരിക്കാം. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റിയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ ഡിവൈൻ്റെ സപ്പോർട്ടിൻ്റെ ഫലമായിട്ട് നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങളെവിടെയെങ്കിലും സാമ്പത്തികം മുടക്കുന്നതിന്, സാമ്പത്തികം കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് നിന്ന സിറ്റുവേഷൻസ് ആവാം. നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില ഒരു വീഴ്ചയുടെ എനർജി, ഇന്നത്തെ ദിവസം ഒരു വീഴ്ചയുടെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കരിയറിലും അതുപോലെ തന്നെ സാമ്പത്തികത്തിലും ഹെൽത്തിലുമാണ് കേട്ടോ നിങ്ങൾ നിൽക്കേണ്ടത്. പിന്നെ ഒരു സെക്യൂരിറ്റി, ഒരു പ്രൊട്ടക്ഷന് നിങ്ങൾ തീർക്കേണ്ടതായിട്ടുണ്ട്. ചീറ്റിംഗ് ചെയ്യപ്പെടാനും അല്ലെങ്കിൽ നിങ്ങളെ ഒരു കുറ്റവാളി, ഒരു തെറ്റ് ചെയ്ത വ്യക്തിയാക്കി തീർക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്, സാമ്പത്തികപരമാകുന്ന ഇടപാടിനെ ബേസ് ചെയ്തൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൊട്ടക്ഷനോട് നിങ്ങൾ കണക്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് കാണുന്നുണ്ട്. 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളിൽ നിന്ന് ഒന്നെങ്കിൽ കുറച്ച് സാഹചര്യങ്ങൾ അവസാനിച്ചു പോകും, അതല്ലെങ്കിൽ നിങ്ങൾ ചില ബന്ധങ്ങളിൽ നിന്നും ഇമോഷണൽ ബാലൻസോടുകൂടി വളരെയധികം തിരിച്ചറിവോടുകൂടി നിങ്ങൾ വിട്ടുപോകാൻ, അതായത് ചില കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അതായത് നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിന്ന ചില സിറ്റുവേഷൻസുകളിൽ സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ശരിക്കും കബളിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് മനസ്സിലാക്കി, അതിൽ സാമ്പത്തികപരമാകുന്ന ഇടപാടിനെ ബേസ് ചെയ്തായിരിക്കാം.
അതുപോലെ ചിലരെ സംബന്ധിച്ച് ഹെൽത്ത് പരമാകുന്ന ചില പ്രോബ്ലംസിൽ നിന്ന് നിങ്ങൾ മുക്തി നേടുന്നുണ്ട് കേട്ടോ. ഹെൽത്ത് പരമാകുന്ന പ്രശ്നത്തിൽ പെട്ട് നിന്നിനി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിന്നവർക്ക് അതിൽ നിന്നും ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ ചില സാഹചര്യങ്ങൾ, ചില ഇമോഷണൽ പരമാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ ശരിക്കും വളരെയധികം മനസ്സിലാക്കി തന്നെ നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് വിട്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതിനൊരു പോസിറ്റീവ് ആകുന്നൊരു തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടാണ് കാണുന്ന 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണെങ്കിൽ പോലും കേട്ടോ. ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്. പാർട്ട്ണറുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്കൊരു അടിസ്ഥാനം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രണയബന്ധമായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ, അതിനകത്തെല്ലാം നിങ്ങൾക്ക് ഒരു നല്ല ഉറച്ച തീരുമാനമെടുത്ത് വളരെയധികം പോസിറ്റിവിറ്റിയോട് കൂടിയും അതുപോലെ തന്നെ പുതിയ ചില തിരിച്ചറിവുകളോട് കൂടിയുമൊക്കെ ഇന്ന് ബന്ധങ്ങളെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ബന്ധങ്ങളെല്ലാം ഡീൽ ചെയ്യാൻ പറ്റും. അതായത് ഒരു പോസിറ്റീവായി തന്നെ കടന്നു പോകാൻ പറ്റും. നിങ്ങളിൽ നിന്നും അകന്ന് നിന്നവരോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഹൈഡിങ് എനർജിയിലൊക്കെ നിന്ന സിറ്റുവേഷൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് പോലെ ഒരു പൂർണ്ണതയോടുകൂടി ഇന്നത്തെ ദിവസം കടന്നു പോകാൻ പറ്റുന്നു. അത് ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്ക് നിങ്ങളെ മാറ്റുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു ഫ്യൂച്ചർ പ്ലാനിങ് എടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും, നിങ്ങൾ മറ്റൊരു പാർട്ട്ണർ എനർജി ബേസ് ചെയ്യുന്ന ഏത് കാര്യത്തിലാണെങ്കിലും ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനുള്ള ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ എനർജിയിൽ ഇതാ ഹെർമിറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻസ്, കുറച്ച് ആളുകൾ ഇന്ന് എല്ലാ സിറ്റുവേഷൻസുകളിൽ നിന്നും ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഇമോഷണൽ പരമാകുന്ന ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതിനൊക്കെ റിജക്റ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ അതിനൊരു ഉത്തരം കൊടുക്കാത്ത സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ ഒരു ട്രാവലിങ്ങിനെയൊക്കെ ബേസ് ചെയ്ത് നിങ്ങളൊരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളൊരു സോൾ സെർച്ചിങ് എനർജിയിലേക്ക്, അതായത് നിങ്ങളോടൊന്ന് ശരിക്കും ചോദിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൺട്രോളിങ് വിൽ പവർ എനർജിയൊക്കെ വരുന്നുണ്ട് കുറച്ച് ആളുകളിൽ ഇന്നത്തെ ദിവസം. ശരിക്കും നിങ്ങളിലേക്കൊന്ന് ഉൾവലിഞ്ഞ് നിന്നാൽ നിങ്ങൾക്ക് സ്ട്രോങ് ആകുന്ന ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഗൈഡൻസ് കൂടി നമുക്കിവിടെ തരുന്നുണ്ട് കേട്ടോ. ഒരു കോൺഫിഡൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ട ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസ്, അതുപോലെ നല്ലതും ചീത്തയും ഒക്കെ ലൈഫിൽ വരുമ്പോൾ അതിനകത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് ഒക്കെ ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഹാങ്ക്ഡ് മാൻ്റെ എനർജി വന്ന് നിൽക്കുകയാണ് അവസാനം. തീർച്ചയായിട്ടും ഡിലേ ആയിരുന്ന, ഇനി ഒരിക്കലും ലഭ്യമാകില്ല എന്നോർത്ത് അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു ബർഡൻ എനർജിയിൽ പോയിരുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്തൊരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട്. ഹാങ്ക്ഡ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു ഫീലിംഗ് സ്റ്റക്ക് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും അതിൽ നിന്നും പുറത്ത് കടക്കാൻ പോകുന്ന സിറ്റുവേഷൻസ്, അതായത് നിങ്ങളുടെ ലൈഫിൽ ഡിലേ ആയിരുന്ന എല്ലാ കാര്യത്തിനും ഒരു എൻഡിങ് എനർജി വരുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ. റീകൺസിഡർ എന്നാണ് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത്. പുനർവിചിന്തനം നടത്തേണ്ട സമയമാണ് കേട്ടോ. നിങ്ങളുടെ പാഷൻ്റെ പുറകെയുള്ള ആ ഒരു പോക്ക്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാക്കാൻ പറ്റുന്നതാണോ എന്നുള്ളൊരു പുനർവിചിന്തനം നടത്തുക എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും, അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഫലം എന്തായിരിക്കും എന്നതൊക്കെ ഒരു പുനർവിചിന്തനത്തിന് വിട്ടുകൊടുക്കാൻ പറയുന്നുണ്ട്. ബി അസർട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറച്ചു നിൽക്കുക, അതായത് നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിൽ നിൽക്കുക. നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ ശരിക്കും സ്ട്രോങ് ആയിട്ട് ഇന്നത്തെ ദിവസം കണക്റ്റ് ചെയ്ത് നിൽക്കണം. മറ്റുള്ളവരുടെ വാക്കുകൾക്കോ മറ്റുള്ളവരുടെ പ്രസൻസിനോ നിങ്ങൾ വാല്യൂ കൊടുക്കാതെ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ. ബി അസർട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക, മുന്നോട്ടേക്ക് പോകുക. നോ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. മറ്റുള്ളവരുമായിട്ടുള്ള ഒരു, എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ഷെയർ ബിസിനസ്സോ സാമ്പത്തികപരമാകുന്ന ഇടപാടുകളിൽ മറ്റാരെയെങ്കിലും ഷെയർ കൂട്ടുന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് സിറ്റുവേഷൻസിലൂടെയാണ് പോകാൻ തീരുമാനിക്കുന്നത്, അങ്ങനെ ഒരു ആലോചന മനസ്സിലുണ്ടെങ്കിൽ നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കുറച്ചും കൂടി സമയം എടുക്കട്ടെ, വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. നോട്ട് ദി റൈറ്റ് ടൈം എന്ന് പറയുന്നുണ്ട്.
പുതിയ ക്രിയേറ്റിവിറ്റികൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പാർട്ട്ണർഷിപ്പ്, ബിസിനസ്സോ, സാമ്പത്തിക ഇടപാടോ, പുതിയ ക്രിയേറ്റിവിറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ഇപ്പോൾ ഉടനെ പെട്ടെന്ന് സഡൻ അതിന് ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റിംഗ് ചെയ്യുക കേട്ടോ. നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ച് അറിയാനും മനസ്സിലാക്കാനും ഉണ്ട് എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. അപ്പം എടുത്തു ചാടി നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വന്നാലും അതല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ക്രിയേറ്റിവിറ്റി, അത് ആക്ഷൻ എടുക്കണം, ആ ഒരു കാര്യം ഒന്ന് പൂർത്തീകരിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതിന് പറ്റിയ സമയമല്ല, ഒന്ന് വെയിറ്റിംഗ് ചെയ്യുക എന്നാണ് പറയുന്നത്.